ഹലോ നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ വാഴ 2 സിനിമ നമ്മൾ എല്ലാവരും മിക്ക ആൾക്കാരും കണ്ട സിനിമയായിരിക്കും. 2026 വലിയൊരു വിജയമായ സിനിമയാണ്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ കുറേ ആക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ ആഷിർ, അലൻ, അജിൻ, വിനായക്, ഇവരെ കൂടാതെയും കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബിന്ദാസ് എന്ന ഡയറക്ടറാണ്. അപ്പോൾ സിനിമയിൽ ഒരു അടിപൊളി സീൻ ഉണ്ട്, നമ്മുടെ തിയേറ്ററിൽ വെച്ചിട്ട് പോലീസുകാരെ കളിയാക്കുന്ന സീൻ. നമുക്കത് കണ്ടു നോക്കിയാലോ? ഓക്കെ. നല്ല ആളുണ്ട്, ടിക്കറ്റ് കിട്ടും തോന്നില്ല. രാവിലെ ഇവിടെ ഒരുങ്ങി കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടുകയും ചെയ്യും, സിനിമ കാണുകയും ചെയ്യും. ഇബ്രാസ് ടിക്കറ്റ് ഒക്കെ പുഷ്പം പോലെ എടുത്തത് സത്യം. ഇയാൾ വെറുതെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു നടക്കുന്നത്. എന്നാൽ അവനോട്ട് കൊണ്ടാക്കുന്നത് ഇയാൾ രാവിലെ വിളിച്ചിട്ട് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു. ഇവൻ ചുമ്മാ കോസ്റ്റ്യൂം മാത്രമേ ഉണ്ടാ, പിന്നെ അല്ലാതെ എന്റെ ചേട്ടനോട് വന്നിരുന്നെങ്കിൽ ഈ പടവും നിന്ന് കാണാൻ പറ്റില്ലായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്ത് നീ അവനോട്ടുള്ള കൂട്ട് വിട്ടല്ലേ. മോനെ ഒന്ന് മാറിക്കേ മോനെ. ആശുപത്രി ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നില്ല. ഒറ്റ ഒരുക്കം കാരണമാണ്. എന്താ എനിക്ക് കണ്ണായിട്ട് കെഞ്ചാ വയ്യ. ആശുപത്രി ഒരെണ്ണം ആയിരത്തിലും ചോരടാ. നോക്കട്ട് അവന്മാര്. ചേട്ടാ പടം മോശം എന്ന് പറയാനേട്ടാ. ടിക്കറ്റ് തരുമോ? എന്ത് വേണം? 2 ടിക്കറ്റ് എടുത്ത് കൊടുത്താലോ? വേണോ? ചുമ്മാ നോക്കാം. ബാക്കില് വിളിക്കുന്നോ? ഇവിടെ 2 ടിക്കറ്റ് അല്ലേ? ഞങ്ങൾ എടുക്കണോ? ഇവരെന്ന് വാങ്ങണോ? നല്ല സൂപ്പർ തിരക്ക്. ഷൂട്ട് ഇന്നാ ടിക്കറ്റ് കിട്ടൂല. പോന്നല്ലേ എടുത്തോ. പോപ്കോൺ ഞങ്ങൾ മേടിച്ചോളാം. അപ്പൊ മൊത്തം 4 ടിക്കറ്റ്. നമ്മളെന്തോ പിന്നെ ഇവിടെ വെള്ളമായിട്ട് പാർട്ടി പരിപാടിക്ക് വന്നേ. കൂട്ടുകാരാണ് ബ്രോ. നമ്മുടെ കൂട്ടുകാരും ബാക്കിയൊക്കെ ഉണ്ടോ? പിന്നെ അമ്മ മുടുങ്ങാൻ നിൽക്കുന്ന നമ്മളാളാ. അതിന് നീ ഏതാടാ? ഞാൻ നിന്റെ വാപ്പ. ഞാൻ നിന്റെ കൊച്ചാപ്പ. എന്തിനടിയടോ കിറുക്കം അടിച്ച്? അവനെ എടുക്കും ഞാൻ. ഇതൊന്നും അവിടെ കണ്ടില്ലല്ലേ? അമീനെ വീട്ടിൽ ഇരിക്കണം വാപ്പാക്കല്ലേ ഗൾഫിൽ ഇരിക്കണം നമ്മുടെ കൊച്ചാപ്പാക്കാണോ വിളിച്ചത്? അവനെന്റെ കൊച്ചാപ്പയോ അവന് ഭ്രാന്താ, മനസ്സിലായോ? അവന് സമന്തല തെറ്റി വികുട്ടി കാണിച്ചതാ. അവൻ എന്നെങ്കിലും യൂണിഫോം ഊരും. അന്ന് ഞാൻ അവനെ ഊരും. സെൽഫി എടുക്കും. നീ ഒറ്റക്കാരാ സ്ക്രീനിന്റെ അടി വന്നിരുന്ന് കാണ്ടി വന്നത്. ചേട്ടാ കഷ്ടപ്പെട്ടെങ്കിലും അകത്തേറ്റിയപ്പോഴത്തേക്ക് ഇതിപ്പോ വലിയ മനുഷ്യരെ നമുക്ക് വലുതായിട്ട് കണ്ടുകൂടെ? 10 തലമുറയ്ക്ക് ഞാൻ വിളിക്കും. അവന്മാര് ഒറ്റ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ. ഏതാണ് അവന്മാര്? എനിക്കറിയാം അവന്മാരെ. നമ്മളവിടെ സ്കൂളിലുള്ളതാ. ഒതുക്കത്ത് കിട്ടിയാ പൊതിക്കാ അവന്മാരെ കൊടുക്കുന്നുണ്ട്. ഇതിപ്പം കഴുത്തി കയറി ഇട്ടിട്ടാണ് അവസ്ഥയല്ലേ? അളിയന്റെ പെങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ മനോജ് സാർ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞങ്ങൾ വിട്ടു. സോറി ഒന്നും പറയണ്ടേ. ഈ സമയത്ത് ഓണാവില്ല. ലാലേട്ടന്റെ പടം വാ. മര്യാദക്ക് പടം കണ്ടോണം. ഇവിടെ കിടന്ന് ഷോ കാണിച്ച മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. ഇറങ്ങിപ്പോടാ പാണ്ടി കരിമ്പാറം. നിന്റെ തന്ത. നിന്റെ മറ്റൊരു തന്തോ? ഞങ്ങള് നിന്റെ ബാലൻസ് തന്തമാര്. നിന്റെ
ആരടാ ബേളം വെച്ചേ? ആരടാ ബേളം വെച്ചെന്നാ? മിണ്ടായിരുന്ന സിനിമ കണ്ടിട്ട് പൊക്കോണം നായിന്റെ മക്കളെ. ആ നീ ഇവിടുന്ന് ഇറങ്ങിയാ നിന്റെ അമ്മേനെ കെട്ടി ഇറങ്ങിയാ നീ എന്റെ മോൻ. സാർ ഇപ്പം പോരുത്. പോയി കഴിഞ്ഞാൽ അവന്മാര് പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കും. ആണോ? ഓ നിന്റെ അപ്പൂപ്പന്റെ കുടുക്ക. നിന്റെ തന്തയുടെ കിണ്ടി. എന്റെ ഒരു കിട്ടുന്ന സാധനമാണ് കേട്ടോ. നിന്റെ ഉമ്മമാണ് അവലൂസ് പണി. നിന്റെ അച്ഛന്റെ ഉച്ചി. ആരാ അച്ഛനെ വിളിച്ചത്? ആരാ അത്? എന്തിനടാ ഇങ്ങനെ മോശം വാക്കൊക്കെ ഉപയോഗിക്കുന്നേ? അത് സാറിന് വിഷമാവില്ലേ? ഒന്നുമില്ലല്ലോ, അദ്ദേഹം ഒരു പോലീസുകാരനല്ലടാ. സത്യം. ദയവേത് ഞാൻ പിന്നെയും പറയാണ്, ഇവിടെ ഫാമിലീസ് ഒക്കെ ഉള്ളതാണ്. പ്ലീസ് അസഭ്യം പറയരുതേ. ഇതെന്റെ അപേക്ഷയാണ്. കാവലാണ് കാക്കി, അത് മറക്കരുത്. നമ്മളവരെ ബഹുമാനിക്കണം, അപമാനിക്കരുത്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഇപ്പൊ തൂക്കിയാൽ പിടിക്കണോ? അപ്പൊ ഇലുമിനേന്റെയോ? അതൊക്കെ ഒരു വലിയൊരു സംഭവം, നിങ്ങൾക്ക് അറിയത്തില്ല. അവളുടെ പേര് തുടങ്ങിയ സംഭവം ഇതൊക്കെ. കൊച്ചാപ്പയാണ് സത്യം സാറേ, ഞാനല്ല സാറേ. എന്റെ മുഖം കെട്ടാക്കാൻ തോന്നുന്നു. സെക്കൻഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.